ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 11 അധ്യായം 17 വാക്യം. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. പ്രതിസന്ധികൾ നിമിത്തം വീർപ്പുമുട്ടിയ ഒരു യുവാവ് ഒരിക്കൽ തൻ്റെ ഒരു പഴയ അധ്യാപകനെ കണ്ടുമുട്ടി. കുശല പ്രശ്നങ്ങൾ നടത്തിയപ്പോൾ തൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് ആ അധ്യാപകനോട് പറഞ്ഞു. അദ്ദേഹം അവനെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കുറച്ച് ഉപ്പ് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിനെ 2 തുല്യ പങ്കായി വിഭാഗിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തുടർന്ന് ഒരു പാത്രം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സമീപയുള്ള കുളത്തിൽ നിന്നും അതിൽ നിറയെ വെള്ളം കൊണ്ടുവരുവാൻ പറഞ്ഞു. അവൻ കൊണ്ടുവന്ന വെള്ളത്തിൽ ഒരു പകുതി ഉപ്പും മറ്റേ പകുതി ഉപ്പ് കുളത്തിലും കലക്കുവാൻ പറഞ്ഞു. എന്നിട്ട് പാത്രത്തിലെ വെള്ളം രുചിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞു, അതിൽ ഉപ്പുരസം കഠിനമാണ്. തുടർന്ന് കുളത്തിലെ വെള്ളം രുചിക്കുവാൻ പറഞ്ഞു. പക്ഷേ അതിന് ഉപ്പിൻ്റെ രുചി അനുഭവപ്പെട്ടില്ല. അധ്യാപകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവൻ പറഞ്ഞു, പാത്രത്തിലുള്ളത് കുറച്ച് വെള്ളം മാത്രമാകിയാൽ അതിലെ വെള്ളത്തിൽ ഉപ്പിൻ്റെ രുചി കൂടുതലുണ്ടാവും. കുളം കൂടുതൽ ആഴവും വിസ്തൃതവും ഉള്ളതാകിയാൽ അതിൽ വളരെയേറെ വെള്ളമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഉപ്പിൻ്റെ രുചി അനുഭവപ്പെടാഞ്ഞത്. അധ്യാപകൻ പറഞ്ഞു, അതാണ് നിൻ്റെയും പ്രശ്നം. നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ വളരെ ഹ്രസ്വമായ ഒരു മേഖലയിൽ മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകളും ആശങ്കകളും നമ്മെക്കുറിച്ച് മാത്രം ഉള്ളതാവും. മറ്റുള്ളവരെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തിപ്പാൻ അനേകർക്കും കഴിയുന്നതേയില്ല. മിക്കവരുടെയും മാനസിക വ്യാപാരം സ്വാർത്ഥപരമാകിയാൽ വിശാലമായ വിധം കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും കഴിയുന്നില്ല. വിശാലമായ കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും കഴിയുമ്പോൾ പ്രതിസന്ധികൾ ആ കുളത്തിൽ കലർത്തിയ ഉപ്പ് പോലെ നിസാരമായി ഭവിക്കും. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം അനുഭവിക്കുന്നതിനേക്കാൾ നീർന്ന പ്രശ്നങ്ങൾ നിമിത്തം വിഷമിക്കുന്ന എത്രയധികം ആളുകളാണുള്ളത്. അവരുടെ പ്രശ്നങ്ങളുമായി നമ്മുടേത് തുലനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് പ്രശ്നങ്ങളേ ഇല്ല. എന്നാൽ അവരുടെ പ്രശ്നങ്ങളെ അറിയുവാൻ കഴിയാതെ വണ്ണം നാം സ്വാർത്ഥമതികൾ ആയി പോകുന്നുണ്ട്. സ്വാർത്ഥത വെടിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സ്നേഹത്തോടും മനസ്സലിവോടും കൂടെ കാണുവാൻ കഴിയുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്തവർ സ്വന്തം പ്രശ്നങ്ങളിൽ കുടുങ്ങി ഭഗ്നാശരായി തീർന്നു പോകും. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നത് തലവേദനയുണ്ടാക്കും എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളിൽ അവർ അകപ്പെടുകയുള്ളൂ. ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖവും അനുഗ്രഹവും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുന്നതാണ് എന്നത് മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. ആകയാൽ അനേകരുടെ അനുഗ്രഹത്തിനായി ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. അങ്ങനെ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. എളിയവനെ ആദരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സ്വാർത്ഥപരമായ ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പൂർണ്ണമായി അകറ്റിക്കൊണ്ട് വിശാലമായ ഔദാര്യതയുടെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.